ഹലോ, വെൽക്കം ബാക്ക്. സോറി, ഞാൻ 2 എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ട് വരാമെന്നായിരിക്കും. ഞാനൊരു മെഡിക്കൽ എമർജൻസിയിലായിരുന്നു. അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് കാണും. അപ്പോൾ ഇന്ന് തൊട്ട് പതുക്കെ ബാക്ക് ടു നോർമലായിട്ട് റിവ്യൂ ചെയ്യും. പക്ഷേ അതിന് മുമ്പ് 2 എപ്പിസോഡ്. അത് 2 എപ്പിസോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ വന്ന് റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. കാരണം അത് പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് കണ്ടിന്യൂഷൻ കിട്ടില്ല. എനിക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും കണ്ടിന്യൂഷൻ കിട്ടില്ല. ഞാൻ എന്താണ് പറയുന്നത്. അപ്പോൾ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം കഴിഞ്ഞ 2 എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതായത് വീക്കെൻഡും ഫ്രൈഡേ എപ്പിസോഡും. ശരിക്കും പറഞ്ഞാൽ അതിൽ മേജർ കാര്യം ഉണ്ടായത് ആദില അനീഷിൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ് അല്ലേ. അതിൽ ജയിൽ നോമിനേഷനിൽ ആദിലയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങൾ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, അസൾട്ട്, ഫിസിക്കൽ അസൾട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അതെന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിട്ടില്ല ലൈവിൽ, എപ്പിസോഡിലും കാണിച്ചിട്ടില്ല. ആ വിഷയം ബിഗ് ബോസ് ടീം അങ്ങ് മുക്കിക്കളഞ്ഞു. അതാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയണം. ബിഗ് ബോസ് ടീം എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്ന ഒരു ടീമല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ സംഭവം അതങ്ങ് കാണിക്കാതെ ആയതും അത് ഇനി ഡിസ്കസ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അനീഷിന് അവിടെ കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതെടുത്ത് ജയിൽ നോമിനേഷൻ കൊണ്ടിട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പാളിപ്പോയത്. പക്ഷെ അങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് എടുത്ത് കൊണ്ടുവരണം, അതിന് ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇത് ഇത് എല്ലാ സീസണിലും ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ആൾക്കാർ എന്ത് ധൈര്യത്തിൽ വരും? ഈ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾ ശിക്ഷ കൊടുത്താലല്ലേ അത് അടുത്ത പ്രാവശ്യം വരാതിരിക്കുള്ളൂ. എത്രയോ പേര് വെറുതെ തള്ളിയതിനൊക്കെ റോബിനൊക്കെ എടുത്ത് പുറത്തിറങ്ങി വിട്ടിട്ടുണ്ടല്ലോ. അത് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, റിയാസ് കംപ്ലൈൻറ്റ് പറഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്താലും കംപ്ലൈൻറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും അത് ശിക്ഷ നടപടി എടുക്കണം. അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ബിഗ് ബോസ് ടീമിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടായോ? അതിലേക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടായോ? അതിലേക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ബിഗ് ബോസ് ടീം അത് ഒളിച്ചു വെച്ചു. കാരണം എല്ലാ കൊല്ലം ഫിസിക്കൽ അസൾട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ടീമിനുള്ളൊരു ബിഗ് ബോസ് ഹൗസ് അതിനോടുള്ളൊരു ആ ടീമിനോടുള്ളൊരു നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലാണ് ഇപ്പം ചെറുതായിട്ടൊന്ന് വരുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് ആക്കുന്ന ആൾക്കാർ ഈ വലിയ സംഭവം എന്തിനു മുക്കി എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, എനിക്കത് ചോദിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറയുവാണ്. ഇനി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് സോറിയോ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ജയിലിൽ പോയി കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ആക്കി, അത് എല്ലാവരും ചെയ്യുന്നൊരു സ്വഭാവമാണ് കേട്ടോ. ഒരു ആഴ്ച മുഴുവൻ ചെയ്ത് കഴിയുമ്പം ജയിലിൽ പോയിട്ട് അത് ലക്ഷ്മി ചെയ്തല്ലോ കഴിഞ്ഞ മുമ്പ് അനിലിനോട് പോയി മാപ്പ് പറയുന്നു. സൺഡേ അതായത് എപ്പിസോഡ് ഇല്ല എന്നുള്ള ഉറപ്പുള്ള ആ ഒരു ദിവസത്തിൽ ചെന്നിട്ട് കോംപ്രമൈസ് ആക്കുക. അതൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു ഉടായിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് തന്നെ ആദില ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദില ഈ ആഴ്ച ഫുൾ റോങ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. റോങ് ആണ്, ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമുള്ള ആൾ തന്നെയായിരുന്നു, നോ ഡൗട്ട്. അതിൽ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ മാറ്റം വരുത്തി. ഞാൻ പറയാം, ആദില ജയിലിൽ പോകാൻ കാരണമുണ്ട്. ഒരു കാര്യം, നമ്മുടെ ആ ഒരു വോട്ട് വന്നതല്ലോ, ഫാൻ ബോയോ ക്ലബ്ബ്, അതിൻ്റെ എന്തോ വോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അനീഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്നുള്ളത് നൂറ് അറിഞ്ഞപ്പോൾ തൊട്ടാണ് നൂറയ്ക്ക് ആ മാറ്റം വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാണോ? എനിക്കത് മനസ്സിലായി. അതുവരെ രാവിലെ അനീഷ് കൊണ്ട് മരുന്ന് കൊടുത്തപ്പോൾ നൂറ് ആ മരുന്ന് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു വോട്ടിംഗ് റിസൾട്ട് വന്നപ്പം നൂറയ്ക്ക് എന്തുകൊണ്ട് അവിടെ ആദിലയോട് പോയി പറയുന്നു, നീ കളി മാറ്റണം, ഗെയിം മാറ്റണം. അതുവരെ നൂറ ഒന്നും അഡ്വൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഇത് ഞങ്ങളെ ഓഡിയൻസ് മണ്ടന്മാരല്ല. എന്ന് അറ്റ്ലീസ്റ്റ് ബിഗ് ബോസ് ടീം ഞങ്ങൾ കൺവേ ചെയ്യുക. കാരണം ഞങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഗെയിമൊക്കെ. ഇന്ന് അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ ആ ഗ്രൂപ്പിനെ പൊട്ടിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടമായി. ആ ഗ്രൂപ്പിസമാണ് അവിടെ കാണിക്കുന്നത്. അനുമോള്, നൂറ, ആദില, ഷാനവാസ്, ഈ 4 പേരും കളിക്കുന്ന ഒരു ഗ്രൂപ്പിസം. ഓക്കെ, അതവിടെ കാണിച്ചല്ലോ. ഇന്ന് ആദിലിനെ അത് ലാലേട്ടൻ എടുത്തു വെച്ചത്, ഇമ്മ്യൂണിറ്റി കൊടുക്കട്ടെ ആരെയെന്ന് ചോദിച്ചപ്പോൾ ആദിലിനെ വോട്ട് ചെയ്തിരിക്കും. കാരണം ആ 4 പേര് വോട്ട് ചെയ്യുമ്പോൾ തന്നെ മെജോറിറ്റി വോട്ട് പോകുമല്ലോ. അപ്പം ആദിലിനെയാണ് ഇവർ തന്നെയാണ് ആദിലേക്ക് എവിടേക്ക് ഇട്ടത്, ജയിലിലേക്ക് ഇട്ടത്. എന്നിട്ട് ഇവർ തന്നെ അതിലേക്ക് ആ ഇമ്മ്യൂണിറ്റി കൊടുക്കണമെന്ന്. അത് കൊടുക്കാതിരുന്നത് വളരെ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ട് മാറും. ബിഗ് ബോസ് കാണുന്ന ഞങ്ങളുണ്ടല്ലോ, ഓഡിയൻസിന്, ഞങ്ങൾക്കത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം വെച്ചാൽ അത് അതിൽ അർഹിക്കുന്നില്ല. അതിലേക്ക് അത് അർഹത ഇല്ല. ഈ വീക്കിൽ കാണിച്ച പെർഫോമൻസ് വെച്ചാൽ ഹൗ ക്യാൻ ഷീ ബി ദ ബെസ്റ്റ് പെർഫോമർ ആൻഡ് ഗെറ്റ് ദ ഇമ്മ്യൂണിറ്റി? അല്ല, അതിലും കിട്ടാൻ അർഹത നമ്മുടെ ആര്യനുണ്ട്.
ആര്യനൊക്കെ അവിടെ പിന്നെയും കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പം അത് ശരിയല്ല. അത് കൊടുക്കാഞ്ഞത് നന്നായി. അതിൽ ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ അതിൽ അവിടെ കോംപ്രമൈസ് എന്ന് പറഞ്ഞല്ലോ. കോംപ്രമൈസ് ശരിക്കും കോംപ്രമൈസ് ആണോ? എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് അനീഷ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്, ഇവിടെ ഗ്രൂപ്പിസം ആണ് എന്ന് അനീഷ് എനിക്കിരുന്ന് പറയുമ്പോൾ ആദിലയുടെ മുഖത്തെ എക്സ്പ്രഷൻ ഞാൻ കണ്ടപ്പോൾ കോംപ്രമൈസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഗെയിമാണ്, ഫുൾ ഗെയിം. ഗെയിം ആയിക്കോ, ഗെയിം കളിച്ചോ. പക്ഷേ നമുക്ക് ഈ പ്രേക്ഷകർക്ക് അത് നെഗറ്റീവ് ഗെയിമായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കത് എടുത്ത് പറയേണ്ടി വരാം. മനസ്സിലായോ? ഭയങ്കര നെഗറ്റിവിറ്റി തോന്നുന്നു. ആ ടീമിനോട് ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ അനീഷ് അവിടെ വരാതിരിക്കണേ എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. ഇന്ന് ഭാഗ്യത്തിന് അനീഷ് അവരുടെ കൂടെ നിന്നില്ല. അനീഷ് ഡിഫറെൻ്റ് ആയിട്ട് കളിച്ചു. അനീഷിനത് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയാണല്ലോ അനീഷ് രക്ഷപ്പെടും. ഈ ടീമിലേക്ക് പോകുന്നവരും ആൾക്കാർക്ക് ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് അനീഷിലേക്കും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പം അനീഷ് അത് മാറി മാറി കളിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു ഗെയിമറാണ്. അപ്പം ഈ അത് ഇത് ശരിക്കും എടുത്ത് കാണിച്ചു ലാലേട്ടൻ അല്ലേ? അത് നന്നായി. പൊട്ടിച്ചു കൊടുക്കണം, പൊട്ടിച്ചു തന്നെ കൊടുക്കണം. ഗ്രൂപ്പിസത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുക, നിങ്ങൾ ഗ്രൂപ്പ് കളിക്കണം. അപ്പം ബാക്കിയുള്ളവർക്ക് എന്താ ബോധമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. വോട്ട് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഓപ്പൺ വോട്ടിംഗ് ആണ്, മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന്. ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അതനുസരിച്ച് കളിക്കുന്നില്ല? ബാക്കിയുള്ളവർ ഗെയിം കളിക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർ ഗെയിം കളിക്കുന്നില്ല. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഒനിയിലും അഭിഷേകിന്റെ വിഷയം കൊണ്ട് വരാം. അതിന് വരുന്ന മുമ്പ് നമ്മൾ ഈ നമ്മുടെ എന്താണ് ക്വാളിറ്റി ഇൻസ്പെക്ടറെ വോട്ട് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതിൽ ഞാനും ആലോചിച്ചു എല്ലാവരും എന്തുകൊണ്ട് ജിഷിനെ വോട്ട് ഔട്ട് ചെയ്തു. ജിഷിനെ വോട്ട് ഔട്ട് ചെയ്തു എല്ലാവരും. അത് ക്യാപ്റ്റൻസിലേക്ക് വരണ്ട എന്നുള്ള തോട്ടിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ആരാണ് അത് വോട്ട് ഔട്ട് ചെയ്തതെന്ന് എടുത്ത് കാണിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് ഇവിടെ മനസ്സിലാവല്ലോ ഏത് ഗ്രൂപ്പാണ് അത് വോട്ട് ചെയ്തതെന്നുള്ളത്. അതിന്റെ കൂടെ കൂടി 2 പേരുണ്ട്. ആരാണ്? നമ്മുടെ ഒനിയിലും അഭിഷേകും. ഈ ഒനിലും അഭിലാഷും. ഈ ഒനിലും അഭിലാഷും എവിടെയൊക്കെ മാറി 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 പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എവിടെയൊക്കെ ഗ്രൂപ്പ് മാറുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ. ഇവരെവിടെ നിൽക്കുന്നു. കാരണം അറിയോ, മറ്റവർ എപ്പോഴും സ്റ്റാഗ്നന്റ് ആണ്. ഇവര് മാത്രമാണ് മാറി കളിക്കുന്ന ആൾക്കാർ എപ്പോഴും, അഭിലാഷും ഒനിയിലും. അപ്പൊ ഇവരെവിടേക്ക് വോട്ട് കൊടുക്കുന്നു അതനുസരിച്ച് ആ തൂക്കം അങ്ങോട്ട് മാറും. ആ തുലാസ് അങ്ങോട്ട് നീങ്ങും. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇവിടെ അവര് കളിച്ചിട്ട് അവരെന്തുകൊണ്ട് കളിച്ചു? കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഗെയിം കളിക്കണ്ട, ഗെയിമിൽ ആരും വിജയിയാവരുത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് നടത്തി കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ 2 പേരും ഗോൾ അടിക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മളെ മണ്ടന്മാരാക്കുന്നോ? ടിക്കറ്റ് എടുത്ത് കയറി ആൾക്കാരെ മണ്ടന്മാരാക്കി കളിക്കുക? അങ്ങനെ കളിക്കണ്ട. അത് ബിഗ് ബോസ് അത് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. അങ്ങനെ കളിക്കാൻ പറ്റാത്തവരെ പുറത്താക്കി വിട്ടിട്ട് വേറെ ആൾക്കാരെ കയറ്റി. ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ബിഗ് ബോസിൽ കയറാനായിട്ട് കളിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു. ഇങ്ങനത്തെ പ്രേക്ഷകരെയും ബിഗ് ബോസ് ടീമിനെയും മണ്ടരാക്കി കളിക്കുന്ന ആൾക്കാരെ എന്തിനാ അവിടെ വെച്ചുകൊണ്ടിരിക്കണം? അതിന്റെ ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യണം. ശരിക്കും ഭയങ്കര സ്മാർട്ട്നെസ് ആണെന്ന വിചാരം. അത് സ്മാർട്ട്നെസ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ പേടിയും ഭീരത്വമാണ്. കളിച്ച് നേടാൻ പറ്റാത്തത് എന്നാൽ തോപ്പിക്കാം എന്നുള്ളൊരു തോട്ടില്ല. അതായത് തോപ്പിക്കല്ല, ആ ഗെയിം തന്നെ റദ്ദാക്കാം. അതാണ് അവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഗെയിം അതാണ്. അതൊക്കെ വളരെ മോശം രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജിയാണ്. വളരെ മോശം രീതിയിൽ. ഇങ്ങനെ ബിഗ് ബോസ് ഗെയിംസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഗെയിം സ്പിരിറ്റും ഇല്ലാതെ, നല്ലൊരു സ്പിരിറ്റ് ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസും. പിന്നെ ഞാൻ പറയാലോ, ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന സീസൺ 7 കണ്ടസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മെസ്സേജ് വരാൻ ആരുമില്ല. ശരിക്കൊരു ഓഡിയൻസിന്റെ മെസ്സേജ് നമുക്ക് മനസ്സിലാവും. PR ടീമിന്റെ മെസ്സേജ് മനസ്സിലാവും. ഓഡിയൻസിൽ നിന്ന് ഒരാൾക്കും ഇന്ന ആളോട് നിൽക്കണം എന്നോ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. അങ്ങോട്ട് ഒരു ദിവസം ഒരാൾ നന്നായിട്ട് കളിച്ചാൽ മറ്റു ദിവസം അയാൾ മോശമായിട്ട് കളിക്കും. ഇത് തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ ആർക്കും ഇപ്പൊ വലിയ ഫാൻ ഫോളോയിങ് അങ്ങനെ കറക്റ്റ് ഓഡിയൻസ് ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും വിന്നർ ആവാം. നിങ്ങൾ കളിച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞു, ഇപ്പോഴും കളിച്ചാൽ വിന്നർ ആവുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവർ ചെയ്യൂ എന്നുള്ളത് വേറെ കാര്യം. കാരണം ഇവര് ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഗെയിം റദ്ദാക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രേക്ഷകരുടെ വോട്ട് നേടാ? പറയൂ. റദ്ദാക്കി കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം? ആർക്കറിയില്ല. പ്രേക്ഷകർക്ക് ആർക്ക് വോട്ട് ചെയ്യണ്ടെന്ന് അറിയില്ല. പിന്നെ ഇതിൽ തന്നെ വേറെ പ്രശ്നമുണ്ട്. ഈ സീസണിൽ മൊത്തം ഭയങ്കര PR ഉണ്ട്. കഴിഞ്ഞ സീസൺ 4 ഉണ്ടായ പോലെ തന്നെ PR കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അടിപൊളിയായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഇല്ല. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ.
അപ്പൊ അടിപൊളിയായിട്ട് കണ്ടസ്റ്റൻസ്, ശരിക്കും ഫാൻ ഫോളോയിങ് ഉള്ള കണ്ടസ്റ്റൻസ് ഇല്ല, ശരിക്കും ഓഡിയൻസ് ഫാൻ ഫോളോയിങ് ഉള്ള കണ്ടസ്റ്റൻസ് ഇല്ല. അപ്പൊ ഇത് നിങ്ങൾ കളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തു പോകും. പിന്നെ കാരണം PR ടീമുകൾ കളിക്കും, വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിക്കും, ഇതെല്ലാം ചെയ്ത് അവസാനം ഒന്നുമേ ഇല്ലാത്തൊരു സീസണായി മാറും ഇത്. എനിക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷയമില്ല, എന്ത് ചെയ്യുന്നുള്ളൊരു സൊല്യൂഷൻ ഇല്ലാത്തൊരു ഇതാണ് സംഭവമാണത്. എല്ലാ കൊല്ലവും നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇങ്ങനെ ആയി മാറുമോ എന്നൊരു ഡൗട്ട് തന്നെ എനിക്കിപ്പോൾ വരുന്നുണ്ട്. കാരണം എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കളിക്കാനും കൊള്ളില്ലാത്ത കണ്ടസ്റ്റൻസും അതിനൊപ്പം PR ടീമും ഇങ്ങനത്തെ കുറെ അഡ്വർടൈസ്മെന്റ്സും എന്താണ് ഫാൻ ഫോളോയിങ്ങും ഒക്കെ വരുന്നൊരു സംഭവമായിട്ട് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി അടുത്ത് പറയാം അഭിലാഷിന്റെയും നമ്മുടെ ഒനിയലിന്റെയും ജിസേലിനെ കുറിച്ചുള്ള കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞ രീതി ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അഫെയർ ആയിട്ട് പറയുന്നത്, ഞാൻ അഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ തമ്മിൽ ഞാൻ അഫെയർ ആയിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ആര്യൻ അവിടെ ആ ഫ്രണ്ട്ഷിപ്പിൽ പെട്ടുപോയി എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പം അഭിലാഷും ഒനിയിലും പറയുന്ന അതേ കാര്യം എനിക്കും തോന്നിയിട്ടുണ്ട്. ജിസേലിന്റെ ഗെയിം ആര്യനാണ്. ജിസേൽ അവിടെ ആര്യനെ വെച്ച് കളിക്കുവാണ്. എന്ത് പറഞ്ഞാൽ ആര്യൻ എവിടെ? ആര്യനത് കോഫി, ചായ, ഭക്ഷണം, പിന്നെ ആര്യനാണ് ജിസേലിന്റെ ഗെയിം. സംശയം എന്താ? ജിസേലിന് വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഗെയിം? ഇല്ല. ജിസേൽ ഒരു ഗെയിം മര്യാദ കളിക്കുന്നില്ല, ഒന്നുമേ കളിക്കുന്നില്ല. ജിസേലിന് ശരിക്കും പറഞ്ഞാൽ അവിടെ ജിസേലിനേക്കാളും അർഹത അവിടെ ആര്യനുണ്ട് എന്നുള്ളതാണ് അഭിലാഷും ഒനിയിലും അവിടെ പറയാൻ ശ്രമിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പം അത് വേറെ രീതിയിലായിപ്പോയി എന്നുള്ളത്. അത് അവിടെ റിലേഷൻഷിപ്പ് ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ ആ റിലേഷൻഷിപ്പിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ ബിന്നി കുത്തിത്തിരിപ്പല്ല എന്ന് പറഞ്ഞാൽ ബിന്നിയുടെ പേര് ഇതിൽ വന്നത് ബിന്നിക്ക് ശരിക്കും പണി കിട്ടുള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ അവർ കുത്തിത്തിരിപ്പ് തന്നെ വഴിക്കുള്ളൂ. കാരണം അതല്ലേ കാണിച്ചു വിട്ടിരുന്നത്. പുറകെ കൂടെ എന്ന് പറയും, നേരിട്ട് ഫേസോടെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നിങ്ങൾ ഈ പുറകെ നിന്ന് പറയുന്ന കാര്യം നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടനോട് ചോദിക്കുമായിരുന്നോ? ഇല്ല, നേരിട്ട് മുഖത്ത് നോക്കി പറയണം. അത് പറയാൻ പറ്റാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ജിസൽ അവിടെ ആര്യനെ യൂസ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. അത് ഞങ്ങൾ കാണുന്ന ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ കട്ടാണത്. ആര്യൻ അവിടെ ജിസലിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇല്ല. എപ്പോഴും ജിസലിനെ പറ്റിയ ആര്യൻ അവിടെ ഉണ്ടായിരിക്കണം. ആര്യൻ ഇല്ലെങ്കിൽ ജിസൽ അവിടെ പിണങ്ങും. അപ്പൊ പിന്നെ അതെന്താണ്? അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങോട്ടും സത്യം നേരും തരും പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? അത് പറ്റുന്നില്ല. അപ്പൊ പിന്നെ അതെന്ത് കാര്യം? അപ്പൊ ആര്യന്റെ ഗെയിം അവിടെ എന്തായി? 0 ആയി. അതാണ് അവിടെ പ്രോബ്ലം. ആര്യന് നല്ല കേപ്പബിലിറ്റി ഉള്ള ഗെയിമറാണ്, പക്ഷെ കളിക്കാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ബിന്നിയെ കുറിച്ചാണ്. ബിന്നി ഗെയിം കളിച്ചു വരുന്നുണ്ട്, പക്ഷെ ബിന്നിയുടെ ഗെയിമും നെഗറ്റീവ് ലെവലിലേക്ക് പോകുന്ന ഇതുകൊണ്ടാണ്. ബിന്നി എന്തുകൊണ്ട് നേരിട്ട് അവരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചില്ല ഈ വിഷയം? അത് നേരിട്ട് അവരോട് പറയണമായിരുന്നു. ആര്യൻ, നിന്റെ ഗെയിം ജിസയിൽ കളയുന്നു എന്ന് പറഞ്ഞ് കളിച്ചിരുന്നെങ്കിൽ അപ്പം ലാലേട്ടൻ അത് എടുത്തു പറയും, ബിന്നിയുടെ നെഗറ്റീവ് ആവോ? ഇല്ല. ഇവിടെ ബിഗ് ബോസിൽ എപ്പോഴും കളിക്കേണ്ട ഒരു സംഭവം നേരിട്ട് പറഞ്ഞ് കളിക്കാൻ പറ്റണം. അത് പറഞ്ഞ് കളിക്കാൻ പറ്റിയാൽ നിങ്ങൾ എപ്പോഴും അത് പറയുന്നത് ആൾക്ക് അഗേൻസ്റ്റ് ആയിരിക്കുമല്ലോ, ഓബ്വിയസ്ലി. ആണെങ്കിലും അത് എടുത്ത് പറയുമ്പോൾ അതങ്ങ് പുറയെന്ന് പറയുന്ന ബാക്ക് ബിച്ചിങ് ചെയ്യുന്ന പോലെ തോന്നൂല. അത് പോവാതിരുന്നാൽ ഞാൻ നെഗറ്റീവിലേക്ക് പോവാതെ നിങ്ങൾ പോസിറ്റീവിലേക്ക് പോകും. അത് മനസ്സിലാക്കി കളിക്കണം അവര്. അത് ചെയ്തില്ല. അപ്പൊ അവിടെയാണ് അഭിലാഷനും ഒനിലിനും ബിന്നിക്കും പറ്റിയ പ്രശ്നം. ഇനി അവിടെ കടന്ന് ന്യായീകരിച്ച കുറച്ച് നമ്മുടെ അനുമോളോട് ചോദിച്ചപ്പോൾ തന്നെ അനുമോള് പറഞ്ഞു, പുതപ്പിന്റെ വിഷയം വന്നതിന് ശേഷം ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. നന്നായി, മിണ്ടണ്ട. അത് 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 ആ സംഭവം അവിടെ വരാതിരിക്കുന്നതായിരിക്കും അനുമോളിന് നല്ലത്. ഇനി അതേ സമയത്ത് തന്നെ നമ്മുടെ ബാക്കി എല്ലാവരോടും ചോദിച്ചു, ജിഷിനോടൊക്കെ ചോദിച്ചു. ജിഷിനൊക്കെ അന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പറയാലോ ഞാൻ. ജിഷ് അന്ന് അത് മാപ്പ് പറഞ്ഞു. അനുമോൾ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. അതിനൊരു സോറി പോലും പറയാത്ത ഒരാളാണ് അനുമോൾ. അതുകൊണ്ട് അനുമോളോട് ചോദിക്കാതിരിക്കുന്നത് നല്ലത്. ജിഷൻ മാപ്പ് പറഞ്ഞു. ജിഷൻ പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ജിഷിന്റെ ആ അഭിപ്രായം പറഞ്ഞപ്പം ഒനിയിലൊക്കെ അവിടെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ മനുഷ്യൻ അവിടെ എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങോർക്ക് ഇപ്പം ആ തെറ്റ് മനസ്സിലാക്കി അങ്ങോട്ട് വേറെ രീതി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഷാനവാസിനോടും ക്വസ്റ്റ്യൻ ചോദിച്ചു. ഷാനവാസിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഷാനവാസ് എന്താണ് പറയുന്നത്? ലക്ഷ്മിയുടെ ആൻസർ തെറ്റാണെന്നോ? ഷാനവാസിനോട് അതല്ലല്ലോ ചോദിച്ചത്. ലക്ഷ്മി അവിടെ നേരത്തെ ഇവരുടെ അഗേൻസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലക്ഷ്മി അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി അവരെ ഫേസ് ചെയ്തിട്ട് അവരോടാണ് പോയി പറഞ്ഞിട്ടുള്ളത്. ഓനിയിലും അഭിലാഷിനേത് ബാക്ക് ബിച്ചിങ് ചെയ്തതാണ്. അതാണ് പ്രശ്നം. അത് രണ്ടും രണ്ട് കാര്യമാണ്. പിന്നെ ലക്ഷ്മി പറയുന്നത് ഷാനവാസ് കേട്ടിട്ടില്ല, വേറെ ആരോ പറഞ്ഞു കേട്ട്. ഇതാണ് പറഞ്ഞു കേട്ട് വിവരം. അതാണ് ഷാനവാസിന്റെ പല ആൻസേഴ്സ് ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല.
എന്താണ് പറയുന്നത്. അതുപോലെ ഇന്ന് ഗ്രൂപ്പിസത്തിൽ അനീഷ് പെടാത്തത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് ഞാൻ പറയാലോ, ആ ഗ്രൂപ്പിലേക്ക് പോവാതിരിക്കാൻ അനീഷ് മനസ്സിലായ അനീഷ് രക്ഷപ്പെട്ടു. അപ്പം ഇവർക്ക് പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ തുറന്ന് മുഖത്തോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പലർക്കും പറ്റാറില്ല. അത് പറ്റുന്ന അക്ബർ പറഞ്ഞു, ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറ്റുന്ന ആ ഗെയിം കളിക്കാൻ പറ്റിയ ഇവരൊക്കെ വേറെ ലെവലിലെത്തും അല്ലേ? അത് പറ്റത്തില്ല. അത് പലപ്പോഴും തോന്നി. പിന്നെ ആര്യന് ആ കുപ്പി 2 അപ്രൂവ് ആയി എന്ന് കണ്ടപ്പോൾ ഒനിയിൽ മാറ്റിയ കളി നമുക്ക് കണ്ടതാ അല്ലേ? ഒനിയിൽ അപ്പം എന്നാൽ ബാക്കിയുള്ളവർക്ക് കൂടെ അപ്രൂവ് ചെയ്ത് കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരൊക്കെ ഗെയിം കളിക്കുന്നത് ആർക്കും കിട്ടരുത്, എനിക്കും വേണ്ട, ആർക്കും വേണ്ട, ബിഗ് ബോസ് ഗെയിം കുളമായി പൊയ്ക്കോട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് ബിഗ് ബോസ് ടീമിന് തന്നെ വന്ന് കളിക്കേണ്ടി വന്നു. അതാണ് ഗതികേട്. അപ്പൊ ഇതൊക്കെ ലാലേട്ടൻ ചോദിക്കണം. പിന്നെ ആദിലയുടെ വിഷയം എടുത്ത് തന്നെ ചോദിക്കണം. കാരണം അത് ചോദിക്കാൻ ഒരുപാടുണ്ടല്ലോ. ഇനി ഒന്നും പറയാതിരുന്നിട്ട് ഇനിയും നമ്മൾ പഴയ അപ്രോച്ച് പോയി കഴിഞ്ഞാൽ അവർ ഇനിയും ഗെയിം കൊളാക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബിഗ് ബോസ് ഗെയിംസ് ഇനി നമുക്ക് കാണണം, ഗെയിംസ് കളിക്കണം. ജസ്റ്റ് ഞാൻ പറയല്ല, വഴക്ക് പറയണമെന്നല്ല, അറ്റ്ലീസ്റ്റ് അത് പോയിന്റ് എടുത്തിടണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഗ്രൂപ്പീസൊക്കെ പൊളിയട്ടെ, എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കട്ടെ. അങ്ങനെയാണെങ്കിലേ ഇത് നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഈ സീസൺ കൊളാവും, നോ ഡൗട്ട്. അത് കൊളാവും എന്നുള്ളൊരു ഡൗട്ടും വേണ്ട. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എപ്പിസോഡൊക്കെ പോകുന്നു എന്നുള്ളത്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ചൊക്കെ സെഡേഷൻ ഇതിലൊക്കെയാണ്. അപ്പം കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത എപ്പിസോഡിലൊക്കെ ഞാൻ പറയുമ്പോൾ അത് കൂട്ടി പറയാൻ നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത റിവ്യൂ വരെ ബൈ ബൈ.